ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വാംത്ത് ഓഫ് ലവ് എന്നതിലെ 3ാമത്തെ ചാപ്റ്റർ ദ ഡോട്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും നമ്മൾ നോക്കി, എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 3ാമത്തേതാണ് നോക്കാനുള്ളത്. ദ ഡോട്ട്. ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, here is the story of a young girl who believed that she could not draw pictures. ഇവിടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരുടെയാണ്? ഓഫ് എ യങ് ഗേൾ, ഒരു യങ് ഗേളിൻ്റെയാണ്. അവൾ എന്താണ്? ഹു ബിലീവ്ഡ്, അവൾ ബിലീവ് ചെയ്യുന്നത് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്, അവൾക്ക് പിക്ചേഴ്സ് ഒന്നും വരക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു യങ് ഗേളായിട്ടുള്ള കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവൾക്ക് വരക്കാൻ കഴിയുമെന്ന്? ലെറ്റ് സീ, നമുക്ക് നോക്കാം. ഇവിടെ പിക്ചറായിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പിക്ചർ നോക്കൂ, ഒരു കുട്ടി അവിടെ ഇരിക്കുന്ന പിക്ചറാണ് അല്ലേ, ക്ലാസ് റൂമിൽ. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. എന്താണ്? ആർട്ട് ക്ലാസ് കഴിഞ്ഞു. ബട്ട് വാഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. പക്ഷേ വാഷ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ക്യാരക്ടറിൻ്റെ പേര്. വാഷ്ടി ഇപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഒരു നിരാശയോടെ ഇരിക്കുകയാണ് ചെയറിൽ. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ ബ്ലാങ്ക് ആയിരുന്നു, അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. വാഷ്ടി's teacher learned over the blank paper. A polar bear in a snowstorm, she said. Very funny. I can't draw, said വാഷ്ടി. എന്താണ്? വാഷ്ടിയുടെ ടീച്ചർ വന്നിട്ട് ആ പേപ്പറിലേക്ക് ഇങ്ങനെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് പറഞ്ഞു, ഒരു പോളാർ ബേർ ഇവിടെ ഒരു സ്നോ സ്റ്റോമിൽ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ എന്ത് പറഞ്ഞു? വെരി ഫണ്ണി, നിങ്ങൾ ഫണ്ണി ആയിട്ട് പറയുകയാണല്ലേ, എനിക്കൊന്നും വരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹർ ടീച്ചർ സ്മൈൽഡ്. അപ്പോൾ ടീച്ചർ ഒന്ന് ചിരിച്ചു. എന്നിട്ടോ ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഇതിലൊരു മാർക്ക് ചെയ്യ്, നീ ഒരു ഡോട്ട് ചെയ്യ്, ഒരു മാർക്ക് ചെയ്യ്, എന്നിട്ട് എനിക്കത് തായോ എന്ന് പറയാൻ. എവിടെയെങ്കിലും നീ ഒരു ഡോട്ട് വരക്ക്. വാഷ്ടി ഗ്രാബ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. അവൾ എന്താണ്? ആ പേപ്പർ എടുത്തു, ഒരു മാർക്കറും എടുത്തുകൊണ്ട് അതിൽ നല്ല ഒരു ഡോട്ട് വരച്ചിട്ട് ഇതാ ഇവിടെ എന്ന് പറഞ്ഞു. Then her teacher picked up the paper and studied it carefully. എന്നിട്ട് ടീച്ചർ ആ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനെ നന്നായിട്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു. She pushed the paper towards Vashti and Kitli said, now sign it. അതിനുശേഷം ടീച്ചർ എന്ത് പറഞ്ഞു? ആ പേപ്പർ വീണ്ടും അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒന്ന് സൈൻ ചെയ്യ് ഇതിലിപ്പോ എന്ന് പറഞ്ഞു. വാഷ്ടി തോട്ട് ഫോർ എ മൊമെന്റ്. ആ സമയത്ത് വാഷ്ടി എന്താ ചിന്തിച്ചത്? വെൽ, ശരിയാണ്. മേ ബി ഐ കാൻ ഡ്രോ, മേ ബി എനിക്ക് വരക്കാൻ പറ്റില്ല, ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം, എനിക്കെന്താണ് എൻ്റെ പേര് വെച്ചിട്ട് സൈൻ ചെയ്യാൻ പറ്റുമെന്ന് വാഷ്ടി ചിന്തിച്ചു. Then next week, Vashti walked into the art class. അങ്ങനെ പിറ്റേ ദിവസം അവൾ ആർട്ട് ക്ലാസ്സിൻ്റെ അതിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. She was surprised to see what was hanging above her teacher's desk. അപ്പോഴാണ് അവൾ വളരെയധികം സർപ്രൈസ് ആയത്. അവളുടെ ടീച്ചേഴ്സ് ഡെസ്കിൻ്റെ അടുത്ത് എന്തോ ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾ വളരെ സർപ്രൈസ് ആയിപ്പോയി. It was the little dot she had drawn, her dot. ഓൾ ഫ്രെയിംഡ് ഇറ്റ്സ് സ്വേർലി ഗോൾഡ്. എന്താണ്? അപ്പോഴാണ് അവൾ അന്ന് വരച്ച അവളുടെ ആ ഒരു ഡോട്ടിനെ അവിടെ ഗോൾഡ് കളർ കൊണ്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ കണ്ടത്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എന്താണ്? എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ഡോട്ടൊക്കെ വരക്കാൻ കഴിയുമായിരുന്നു. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അങ്ങനെ അവൾ അതും പറഞ്ഞുകൊണ്ട് അവളുടെ വാട്ടർ കളേഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒരു വർക്കിനായിട്ട് അവൾ റെഡിയായി. ദെൻ വാഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. അവൾ പെയിൻറ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. എ റെഡ് ഡോട്ട്, എ പേർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അങ്ങനെ അവളിങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് ഡോട്ട് വരച്ചു, പർപ്പിൾ വരച്ചു, യെല്ലോ വരച്ചു, ബ്ലൂ വരച്ചു. അതുപോലെ തന്നെ ബ്ലൂ മിക്സ് ചെയ്തുകൊണ്ട് യെല്ലോ ആക്കി. അതുപോലെ അവൾ പുതിയൊരു കളറ് ഗ്രീന് കണ്ടുപിടിച്ചു. അങ്ങനെ അവൾ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട് ഇൻ മെനി കളേഴ്സ്. അവളിങ്ങനെ ഒരുപാട് കളേഴ്സ് കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ടുകൊണ്ട് പുതിയ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
Then if I can make a little dot, I can make big dots too. എനിക്ക് എന്താണ് ചെറിയ ഡോട്ടും വരയ്ക്കാൻ പറ്റും, എന്നെ കൊണ്ട് വലിയ ഡോട്ടും വരയ്ക്കാൻ പറ്റും. Vashti splashed her colors with a biggest brush on a bigger paper to make a bigger dots. അങ്ങനെ അവളുടെ കളേഴ്സൊക്കെ എടുത്തിട്ട് ഒരു വലിയ പേപ്പർ എടുത്തിട്ട് വലിയ ബ്രഷും എടുത്തു, എന്നിട്ട് വലിയ ഡോട്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി. Vashti even made a dot by not painting a dot. അവള് എന്താണ് ഒരു ഡോട്ട് വരച്ചു കഴിഞ്ഞു, അതിനുശേഷം അടുത്ത ഡോട്ട് വരച്ചു, അങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. Then at the school art show a few weeks later. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ ആർട്ട് വീക്ക് സ്റ്റാർട്ട് ചെയ്തു. Vashti's dot made quite a splash. അങ്ങനെ അവളുടെ വാഷ്ടിയുടെ ആ ഒരു ഡോട്ടും നമ്മളവിടെ വെച്ചിട്ടുണ്ട്, ആ ഒരു ആർട്ട് ഫെസ്റ്റിന് വെച്ചിട്ടുണ്ട്. Vashti noticed a little boy gazing up at her. അങ്ങനെയാണ് അപ്പോഴാണ് വാഷ്ടി നോട്ടീസ് ചെയ്തത് ഒരു ലിറ്റിൽ ബോയ് ഇങ്ങനെ ഇത് ഒബ്സർവ് ചെയ്യുന്നതായിട്ട്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അങ്ങനെ ആ കുട്ടി പറയാണ്, നിങ്ങൾ ശരിക്കും ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ. ഞാനും വിചാരിക്കുന്നു, ഞാനും പ്രതീക്ഷിക്കുന്നു എന്നെക്കൊണ്ടും വരക്കാൻ പറ്റുമെന്ന്. ഹി സെഡ്, അവൻ പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ. ഞാൻ പറയുന്നു നിന്നെക്കൊണ്ട് പറ്റും. സെഡ് വാഷ്ടി പറഞ്ഞു. മീ നോ നോട്ട് ഐ ക്യാൻ ഈവൻ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ റൂളർ. പക്ഷെ അപ്പോൾ അവൻ പറഞ്ഞു, പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റില്ല, ഈവൻ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈന് പോലും വരക്കാൻ പറ്റില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് എന്താണ്, വാഷ്ടി സ്മൈൽഡ്. അപ്പോൾ വാഷ്ടി ഒന്ന് ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അങ്ങനെ അവൾക്കൊരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തു. ഷോ മീ, നീ എനിക്ക് കാണിച്ചു തായോ. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രോ ഹിസ് ലൈൻ. അങ്ങനെ അവൻ്റെ പെൻസിൽ എടുത്തുകൊണ്ട് ഒരു ചെറിയ വര വരച്ചു. വാഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ ആൻഡ് ദെൻ ഷി സെഡ് എ സൈൻ ഇറ്റ്. എന്നിട്ട് ആ ബോയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചിട്ട് അവൾ പറഞ്ഞു, നീ ഇതിലൊന്ന് സൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ടീച്ചർ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് ഈ ബോയ്ക്കും കൊടുക്കുകയാണ് അവൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്റ്റോറി അബൌട്ട് ദ ഓഥർ. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാം. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ഈസ് എ കനേഡിയൻ ഓഥർ ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്. ഇദ്ദേഹം ഒരു കനേഡിയൻ ഓഥറാണ്, പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം കുട്ടികളുടെ ബുക്കിൽ ഒരു ഇല്ലുസ്ട്രേറ്റർ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി. അദ്ദേഹം എഡ്യൂക്കേഷൻ മീഡിയ കമ്പനിയുടെ ഫൗണ്ടറാണ്. ഫാബിൾ വിഷൻ എന്ന എഡ്യൂക്കേഷൻ മീഡിയ കമ്പനിയുടെ. റെയ്നോൾഡ്സ് ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്ക് അബൌട്ട് ഒതൻറ്റിക് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്സിൽ കാണുന്നത്. ഒന്ന് ഒതൻറ്റിക് ലേണിംഗ് ആണ്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും, സെൽഫ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. ഇതിൻ്റെ വേർഡ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബ്ലാങ്ക്, എക്സ്പെരിമെൻറ്റ്, ഗേസ്, ഗ്ലൂ, ജാമ്പ്, റൂളർ, സ്പ്ലാഷ്, സ്ക്വിഗിൾ, സ്വെളി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ സ്റ്റോറി. നമുക്ക് ഈ സ്റ്റോറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് വാഷ്ടി സാഡ്? എന്തുകൊണ്ടാണ് വാഷ്ടി വളരെയധികം ദുഃഖിതയായിട്ട് ഇരുന്നിരുന്നത്? എന്തുകൊണ്ടാണ്? വാഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷീ ബിലീവ്ഡ് ഷീ കുഡിൻറ്റ് ഡ്രോ ആൻഡ് ഫെൽറ്റ് ഇനാഡിക്വേറ്റ് ഇൻ ആർട്ട് ക്ലാസ്. അവൾക്ക് ഒരിക്കലും ഒന്നും വരക്കാനും കഴിയില്ല, എനിക്ക് ആർട്ട് ക്ലാസ്സിൽ ഇങ്ങനെ നിരാശയായിട്ട് ഇരിക്കേണ്ടി വരുമെന്നൊക്കെയാണ് അവൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അതാണ് അവളുടെ ഈ ഒരു സാഡിൻ്റെ റീസൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വാഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ എ പിക്ചർ ഓഫ് എ ഡോട്ട്? ഒരു ഡോട്ട് വരച്ചതിന് ശേഷം എന്താണ് ടീച്ചർ അവളോട് ആവശ്യപ്പെട്ടത്? എന്താണ്? ആഫ്റ്റർ വാഷ്ടി ഡ്രൂ എ ഡോട്ട് her teacher asked her to sign her name on the drawing. അത് വരച്ചതിന് ശേഷം ടീച്ചർ അവളോട് പറഞ്ഞു അവളുടെ പേര് വെച്ചിട്ട് ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു അല്ലേ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വാഷ്ടി's ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? ആ പിക്ചർ കൊണ്ട് വാഷ്ടിയുടെ ടീച്ചർ എന്താണ് ചെയ്തത്? ദ ടീച്ചർ ഫ്രെയിംഡ് വാഷ്ടി's പിക്ചർ ആൻഡ് hung it above her desk. എന്താണ്? അവരുടെ ഡെസ്കിന് മീതെയായിട്ട് അതൊന്ന് ഹാങ് ചെയ്യുകയാണ്, ഫ്രെയിം ചെയ്ത് ഹാങ് ചെയ്യുകയാണ് ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വാഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? എന്താണ് അവൾക്ക് തോന്നിയത് എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഡോട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് അവൾക്ക് എന്തുകൊണ്ടാണ് തോന്നിയത്? ബിക്കോസ് വാഷ്ടി തോട്ട് ഷീ
could make an even better dot because seeing her dot displayed gave her confidence. അവിടെ ആ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്തപ്പോൾ അവളുടെ കോൺഫിഡൻസ് കൂടി, അവൾക്ക് കിട്ടി. അതുകൊണ്ടാണ് അവൾ ഇതിനേക്കാൾ നല്ലത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവൾ ചിന്തിച്ചത്. Then fifth question. വാഷി ആസ്ക് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വാഷി ആ ബോയോട് ആ പിക്ചർ സൈൻ ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരുന്നു? വാഷി ആസ്ക് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം ജസ്റ്റ് ആസ് ഹെർ ടീച്ചർ ഹാഡ് എൻകറേജ് ഹെർ. ആ ടീച്ചർ എങ്ങനെയാണോ അവളെ എൻകറേജ് ചെയ്തത് അതേപോലെ തന്നെ അവൾക്ക് ആ ഒരു ബോയിനെയും എൻകറേജ് ചെയ്തു. അതുകൊണ്ടാണ് അവൾ ആ ഒരു സൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? എന്താണ് ആ കുട്ടി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്? ദ ബോയ് വിൽ ഫീൽ മോർ കോൺഫിഡൻസ് ആൻഡ് മൈറ്റ് സ്റ്റാർട്ട് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡ്രോയിങ് മോർ ലൈൻസ് ആൻഡ് ഷേപ്സ്. ഈ ഒരു കോൺഫിഡൻസിൽ നിന്ന് അവന് കൂടുതൽ ലൈൻസും ഷേപ്സും ഒക്കെ വരച്ചുകൊണ്ടുള്ള എക്സ്പെരിമെൻ്റ് നടത്താൻ അവന് തുടങ്ങും. ഓക്കെ. Then activity number 1. Some of the events of the story are illustrated below. താഴെ കുറച്ച് ഈ ഒരു സ്റ്റോറിയിലെ കുറച്ച് പിക്ചേഴ്സ് ഇലിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇലിസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോറി ഉണ്ടാക്കണം. അപ്പോൾ കൂട്ടുകാർ പിക്ചേഴ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കൂ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ദ ലയൺ ആൻഡ് ദ മൗസ്. ലയണും മൗസും. വൺസ് അപ്പോൺ എ ടൈം എ ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ എ ഫോറസ്റ്റ്. ഒരു ദിവസം ഒരു ലയണ് ഒരു ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എ പ്ലേഫുൾ മൗസ് സോ ദ സ്ലീപ്പിംഗ് ലയൺ ആൻഡ് ജംപ്ഡ് ഓൺ ഹിം ടു പ്ലേ വിത്ത് ഹിസ് മെയിൻ. എന്താണ്? അപ്പോൾ ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ലയൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഫേസിലേക്ക് ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൗസ് ആരാണ്? എലി ചാടി. ദ ലയൺ വോക്ക് അപ്പ് ഫ്രം ദ ഡിസ്റ്റർബൻസ് ആൻഡ് കോട്ട് ദ മൗസ്. അങ്ങനെ ആ ഒരു പെട്ടെന്ന് ചാടിയപ്പോൾ ലയൺ അത് ഡിസ്റ്റർബ് ആവുകയും ലയൺ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഈ മൗസിനെ പിടികൂടുകയും ചെയ്തു. ഹി വാസ് അബൌട്ട് ടു ക്രഷ്. അതിനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. ദ മൗസ് ടു ഡെത്ത്. ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക? മൗസ് മരിച്ചു പോകും. The mouse apologized for disturbing him and promised he would help the lion in the future if he spared his life. അപ്പോൾ ആ ഒരു എലി എന്ത് ചെയ്തു? ക്ഷമ പറയുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ദ ലയൺ ആക്സെപ്റ്റഡ് ദ ഡീൽ ആൻഡ് ഡിഡ് നോട്ട് കിൽ ദ മൗസ്. അപ്പോൾ അത് ലയൺ ആക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ മൗസിനെ കൊല്ലാതെ വിടുകയും ചെയ്തു. One day the lion caught a hunter's nest. അങ്ങനെ ഒരു ദിവസം എന്തുണ്ടായി? ഹണ്ടേഴ്സിൻ്റെ നെസ്റ്റിൽ നമ്മുടെ ലയന് കുടുങ്ങിപ്പോയി. He couldn't free himself and he pleaded for help from anyone who could hear him. പക്ഷേ ലയൻ അതിൽ കുടുങ്ങിയപ്പോൾ നെറ്റിൽ കുടുങ്ങിയപ്പോൾ ലയന് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയില്ല. അവന് മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട് അങ്ങനെ നമ്മുടെ മൗസ് ഇത് കേൾക്കുകയും മൗസ് വന്ന് ഹെൽപ്പ് ചെയ്യുകയും മൗസിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള പല്ല് വെച്ചുകൊണ്ട് ചുരണ്ട ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു പറയുകയും അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, why does the author say one സ്റ്റോറി ഇങ്ങനെയാണ് കൂട്ടുകാർ സ്റ്റോറി എഴുതേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ യുവർ ഓൺ വേർഡ്സിൽ എഴുതാവുന്നതാണ്. എത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. വളരെ ക്വയറ്റ് ആയിട്ടുള്ളതും വളരെ രണ്ടാമത്തെ യൂണിറ്റ് ഹെവൻലി ബ്ലിസ്ഫുൾ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക് യു.